എവരിവൺ, SSLC മാത്സ് സർക്കിൾ സ്റ്റെപ്പറാണ് നാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. SSLC എക്സാമിന് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സർക്കിളുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിലെ കൺസ്ട്രക്ഷൻസ്, വരകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും വളരെ ശ്രദ്ധയോടെ നാം പഠിക്കണം. ഓരോ പ്രോബ്ലത്തിനും സബ് ക്വസ്റ്റ്യൻസ് നൽകിക്കൊണ്ട് അവസാന ആൻസറിലേക്ക് എത്താനുള്ള സ്റ്റെപ്സ് ഈസിയാക്കി മാറ്റുകയാണ് വർക്ക്ഷീറ്റിലൂടെ നാം ചെയ്യുന്നത്. SSLC എക്സാമിനും കൂടുതൽ പ്രോബ്ലംസും സബ് ക്വസ്റ്റ്യൻസ് ആയി തന്നെയാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയും ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ഭയമില്ലാതെ അതിനെ ഫേസ് ചെയ്യാനും ശരിയായ ആൻസറിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നതുമാണ്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രഗത്ഭനായ ഗണിതാധ്യാപകനായ ജോൺ PS ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്ഷീറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് വളരെ ഭാഗ്യമായി നാം കരുതുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും ഗണിതാധ്യാപകരുടെ ഗ്രൂപ്പുകളിൽ അവർക്കാവശ്യമായ ലേണിംഗ് മെറ്റീരിയൽസ് തയ്യാറാക്കി കൊടുത്തുകൊണ്ടും മറ്റ് ഹെൽപ്പുകൾ ചെയ്തുകൊണ്ടും സജീവമാണ്. കൂടാതെ ദിനപത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ഗണിതപരമായ ലേഖനങ്ങളും എഴുതുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കും അതുപോലെ വർക്ക്ഷീറ്റുകളുടെ മലയാളം, ഇംഗ്ലീഷ് PDF കോപ്പികൾ കിട്ടുന്നതിനാവശ്യമായ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ചാപം AB, ആർക്ക് AB, അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ C ആണെങ്കിൽ, C ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ആ ചാപം. ആ ചാപത്തിലെ അല്ലാത്ത മറ്റൊരു ബിന്ദു, വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അളവ് എന്നായിരുന്നു അല്ലെ. അതായത് ഈ ചാപം AB-യുടെ, ചെറിയ ചാപം AB-യുടെ കേന്ദ്രകോൺ C ഡിഗ്രി ആണെങ്കിൽ ആ ചാപത്തിലെ അല്ലാത്ത മറ്റൊരു ബിന്ദു, ഏതെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്താം. ഞാൻ ഇവിടെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ P എന്ന ബിന്ദുവിൽ ചാപം AB-യുടെ രണ്ട് അഗ്രബിന്ദുക്കളും യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണളവുണ്ടല്ലോ, അതാണ് ചാപം AB P-യിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത്. ആ കോണളവ് ഇതിന്റെ പകുതി, C-യുടെ പകുതി C/2 ആയിരിക്കും എന്നാണ്. അതായത് ആർക്ക് AB അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ C ഡിഗ്രി ആണെങ്കിൽ ആ സെയിം ആർക്കിലല്ലാത്ത അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ, ഇതാണ് ആൾട്ടർനേറ്റ് ആർക്ക്. ഏതാണ് ആൾട്ടർനേറ്റ് ആർക്ക്? സർക്കിളിൽ ഈ ആർക്ക് കഴിഞ്ഞുള്ള ഭാഗമുണ്ടല്ലോ, ഈ ആർക്ക്, അതിനെയാണ് ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത്, മറുചാപം എന്ന് പറയുന്നത്. ക്ലിയർ? ആ മറുചാപത്തിലെ ആൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്നതാണ്. സെൻട്രൽ ആംഗിൾ C ഡിഗ്രി ആണെങ്കിൽ ഇവിടെ C/2 ഡിഗ്രി ആയിരിക്കും എന്നാണ്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് കഴിഞ്ഞ വർക്ക്ഷീറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ആ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലെ പലപ്പോഴും ആംഗിൾസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആംഗിൾ APB, ഈ ആംഗിളും ഇതിന്റെ സെൻട്രൽ ആംഗിൾ AOB അല്ലെ, കേന്ദ്രകോൺ AOB-യും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ആംഗിൾ APB-യുടെ രണ്ട് ആംഗിളുകൾ നമ്മൾ ഒരു ഡയമീറ്റർ വരച്ച് അതിനെ രണ്ടാക്കി മുറിച്ചു. അതിലെ ഒരു ആംഗിൾ X-ഉം ഒരു ആംഗിൾ Y-യും ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് രണ്ട് ട്രയാങ്കിളായി മുറിഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ട്രയാങ്കിളിന്റെയും പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. ഇത് റേഡിയസ് ആണ്, ഈ സൈഡ് ഇതും റേഡിയസ് ആണ്. അതുകൊണ്ട് ഇതൊരു ഐസോസിലസ് സമപാർശ്വ ത്രികോണമാണ്. ഇതേപോലെ ഇവിടെയും രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇതും ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇതിനെതിരെ X ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡിനെതിരെയും X ഡിഗ്രി ആയിരിക്കുമെന്നും ഇതിനെതിരെ Y ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡിനെതിരെയും Y ഡിഗ്രി ആയിരിക്കുമെന്നും നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ് അല്ലെ. എങ്കിൽ പിന്നെ പറഞ്ഞത് നമുക്ക് ഇവിടെയാണ് ഈ ആംഗിളിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് ഈ ആംഗിൾ രണ്ടായി മുറിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് ഈ ട്രയാങ്കിളിന്റെ പുറം കോണാണ് അല്ലെ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ പോയിന്റിൽ ഈ വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. ക്ലിയർ? അതിന്റെ ഇന്റീരിയർ ആംഗിൾസ്, അകലെയുള്ള ഇന്റീരിയർ ആംഗിൾസ്, അതായത് മറ്റു രണ്ട് ശീർഷങ്ങളിലുള്ള അകക്കോണുകൾ അല്ലെ, മറ്റു രണ്ട് ശീർഷങ്ങളിലുള്ള അകക്കോണുകൾ
എക്സ് ഡിഗ്രിയുമാണെങ്കിൽ ആ അകക്കോണുകളുടെ തുകയാണ് ഇതിന്റെ പുറം കോണിന്റെ അളവായിട്ട് വരിക. അതായത് എക്സും 2x ആയിരിക്കും അല്ലെ. രണ്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കും അതിലെ മൂന്നാമത്തെ വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? സം ആണ്. അതായത് x + x 2x ആയിരിക്കും. ഇതേപോലെ y + y 2y ആയിരിക്കും ഇത് എന്നും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2x + 2y എന്നുള്ളത് x + y എക്സിന്റെ ഡബിൾ ആണ് 2x, വൈയുടെ ഡബിൾ ആണ് 2y അല്ലേ. അതായത് ഈ x + y 2 ടൈംസ് ആണ് 2x + 2y. അതിന്റെ അർത്ഥം ഇവിടെ ഏതൊരു ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ ഡബിൾ ആയിരിക്കും, 2 ടൈംസ് 2 മടങ്ങായിരിക്കും ആ ചാപത്തിന്റെ കേന്ദ്രകോൺ. തിരിച്ചു പറഞ്ഞാൽ കേന്ദ്രകോണിന്റെ പകുതിയാണ് ആൾട്ടർനേറ്റ് ആർക്കിൽ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ക്ലിയർ? നമുക്ക് ആശയം ഇതായിരുന്നു. ഏതൊരു ചാപവും, വൃത്തത്തിലെ ഏതൊരു ചാപവും അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണളവിന്റെ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആ ചാപം അതിന്റെ മറുചാപത്തിൽ, അതായത് ഈ ചാപത്തിൽ അല്ലാത്ത വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണളവ്. അതായത് ഇതിന്റെ ഹാഫ് ആയിരിക്കും സി ആണെങ്കിൽ ഇവിടെ c/2 ആയിരിക്കും എന്നാണ്. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ വരകൾ ചെയ്തതാണ്. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസിനെയാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷനേ ഉള്ളൂ, ബാക്കി 4 എണ്ണവും എന്ത് തന്നെയാണ്? പ്രോബ്ലമാണ്. നമുക്ക് ആ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് കാണാം. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ABC is drawn with the corners on the circle എന്നാണ്. ഒരു സർക്കിളിൽ കോർണറുകൾ വരത്തക്ക വിധം അല്ലെ, ശീർഷങ്ങൾ വരത്തക്ക വിധം ഒരു സമഭുജ ത്രികോണം ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി എന്താണ്? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈസ് ലെങ്ത് ഓഫ് സ്മോൾ ആർക്ക് AB എന്നാണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ABC ഞാൻ വരച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. സ്മോൾ ആർക്ക് AB എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ചെറിയ ആർക്ക്, ചെറിയ ചാപം ഏതാണത്? ദാ എ മുതൽ ബി വരെയുള്ള ഈ ആർക്ക് അല്ലേ. വലിയ ചാപം എന്ന് പറഞ്ഞാലോ എക്കും ബിക്കും ഇടയ്ക്കുള്ള ദാ ഇവിടെ നോട്ട് ഇതുവരെയുള്ള വലിയ ചാപം. ചാപം AB-യുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത് അല്ലേ, മറുചാപമാണ് ഈ വലിയ ചാപം. രണ്ട് ചാപങ്ങളും ചേർന്നാൽ ഒരു വൃത്തമാകും, ഒരു സർക്കിൾ ആകും. അതായത് ആർക്ക് AB-യുടെ ഓൾട്ടർനേറ്റ് ആർക്ക് മറുചാപമാണ് ഈ വലിയ ചാപം. ചാപം ACB എന്ന് പറയാം നമുക്ക്. AB തന്നെയാണ് അഗ്രബിന്ദുക്കൾ. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആർക്ക് AB മൊത്തം സർക്കംഫറൻസിന്റെ അല്ലെ, ഈ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ എത്ര ഭാഗമായിരിക്കും ഈ ആർക്ക് AB-യിൽ ഉണ്ടായിരിക്കുക? നിങ്ങൾ മുൻപ് 2 വർക്ക്ഷീറ്റിലും ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എങ്ങനെയാണ് എത്ര പാർട്ടാണെന്ന് തീരുമാനിക്കുക? ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ശരിയല്ലേ? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഈ ആർക്ക് AB-യുടെ സെൻട്രൽ ആംഗിൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ. പക്ഷേ നമുക്കറിയാം ഇത് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് തന്നാൽ ഉടനെ നമുക്ക് ആംഗിളുകളാണ് ഇവിടെ പ്രശ്നം അല്ലെ. അതുകൊണ്ടാണ് ആംഗിളിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആംഗിൾ, ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? ആലോചിച്ച് നോക്കൂ, 60 അല്ലേ. 3 ആംഗിളും 60 ഡിഗ്രി വീതമാണ്. തീർച്ചയായിട്ടും ഈ ആർക്കിന്റെ ആർക്ക് AB, എയും ബിയും അതിന്റെ ഈ ആർക്കിലല്ലാത്ത മറ്റൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. നോക്കൂ, എങ്ങനെയാണ് അത് തീരുമാനിക്കുക? ഈ എൻഡ് പോയിന്റ്സ് ഈ സെയിം ആർക്കിലല്ലാതെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. പല കുട്ടികൾക്കും ഇത് ആംഗിൾ ഏതാണെന്ന് തിരിച്ചറിയാറില്ല. ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സിൽ നിങ്ങളൊന്ന് കൈവച്ച് നോക്കുക. നിങ്ങൾ അത് യോജിപ്പിക്കുന്ന, അത് എവിടെയാണോ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ആംഗിൾ ഏതാണത്? ഇതല്ലേ. അതായത് സിയിൽ ഉണ്ടാകുന്ന ആംഗിൾ 60 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് പ്രകാരം ഇത് വരച്ചു നോക്കിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 × 60 അതായത് 120 ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ശരിയല്ലേ? 120 ആണ്. നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആർക്ക് AB സിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. ആംഗിൾ ACB = 60 ഡിഗ്രി. ഇതിൽ നിന്ന് therefore സെൻട്രൽ ആംഗിൾ, നമുക്ക് ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടില്ല, സെൻട്രൽ ആംഗിൾ ഓഫ്
സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി, സ്മോൾ ആർക്ക് എ ബി അല്ലേ, സ്മോൾ ആർക്ക് എ ബി equal to 2 into 60. Clear? 120 degree. സ്റ്റെപ്പ് എഴുതേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം എന്നർത്ഥം. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ, ചാപം എ ബിയുടെ കേന്ദ്രകോൺ സമം 2 into 60 സമം 120 ഡിഗ്രി. ഈ 120 ഡിഗ്രി മൊത്തം ഈ സെൻട്രലുള്ള മൊത്തം 360യുടെ എത്ര പാർട്ടാണെന്ന് നോക്കിയാൽ മതി അല്ലേ. ആ തന്ന ആംഗിൾ 120 ആണ്. ഇവിടെ 120 ഡിവൈഡഡ് ബൈ 360. ഇത് ഏത് ഫ്രാക്ഷൻ ആണ് എന്ന് കണ്ടെത്തുക. അത് എത്രയായിരിക്കും? 1/3 എന്നാണ് കിട്ടുക. അതായത് 1/3 പാർട്ട് ഓഫ് അല്ലേ, 1/3 ഫ്രാക്ഷൻ ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ അല്ലേ. ലെങ്ത് ഓഫ് ആർക്ക് എ ബി ഈസ് 1/3 fraction of circumference of the circle. 1/3 ഭാഗമായിരിക്കും വൃത്തത്തിന്റെ ചുറ്റളവിന്റെ 1/3 ഭാഗമാണ് ചാപം എ ബിയുടെ നീളം എന്ന് നമ്മൾ എഴുതേണ്ടി വരും. അതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ? ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക കേട്ടോ. ഇഫ് ദ ലെങ്ത് ഓഫ് സ്മോൾ ആർക്ക് എ ബി ഈസ് 12 pi യൂണിറ്റ്, then what is the perimeter of the circle എന്നാണ്. സിമ്പിൾ അല്ലേ. ഈ സ്മോൾ ആർക്ക് എ ബി ലെങ്ത് 12 pi ആണത്രേ. ഇത് 12 pi ആണ്. ഇത് 12 pi ആണെങ്കിൽ മൊത്തം സർക്കംഫറൻസ് എത്രയായിരിക്കും ഇതിന്റെ പെരിമീറ്റർ, ഇതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? ഈ ആർക്ക് ലെങ്ത് 12 pi ആണെങ്കിൽ, യൂണിറ്റ് ആണെങ്കിൽ മൊത്തം എത്രയായിരിക്കും എന്നാണ്. ഇത് 1/3 പാർട്ട് അല്ലേ അല്ലേ. ഈ 1/3 പാർട്ടാണ് 12 pi എങ്കിൽ മൊത്തം കിട്ടാൻ എന്ത് ചെയ്യണം? മൊത്തം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹോൾ പാർട്ട് അല്ലേ. 12 piനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എത്ര ടൈംസ്? 3 ടൈംസ്. 1/3 പാർട്ട് മാത്രമാണിത് എങ്കിൽ 3 ടൈംസ് അല്ലേ ഇതിന്റെ സർക്കംഫറൻസ്. 1/3 3 ഭാഗം വെച്ചതിൽ ഒരു ഭാഗമാണ് ഇത് അല്ലേ. അപ്പൊ 3-ൽ 3 ഭാഗം കിട്ടാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് 12 pi into 3 എത്രയായിരിക്കും? 36 pi യൂണിറ്റ് എന്നായിരിക്കും. പെരിമീറ്റർ ഈക്വൽ ടു ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും എന്ന്? വൃത്തത്തിന്റെ ചുറ്റളവ് 36 pi യൂണിറ്റ് എന്ന് കിട്ടും. ക്ലിയർ? എ പാർട്ട് ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എ ബി സിയുടെ ശീർഷങ്ങളെല്ലാം വൃത്തത്തിലാണ് അല്ലേ. ചാപം എ ബി യുടെ നീളം, ചെറിയ ചാപം എ ബിയുടെ നീളം, അതായത് സ്മോൾ ആർക്ക് എ ബിയുടെ ലെങ്ത് 12 pi യൂണിറ്റ് ആണെങ്കിൽ സർക്കിളിന്റെ സർക്കംഫറൻസ് പെരിമീറ്റർ എത്ര, ചുറ്റളവ് എത്ര എന്നായിരിക്കും ചോദിക്കുക. നമ്മൾ അതിനെ വർക്ക്ഷീറ്റിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്ത് വേണം നമ്മൾ ആ പ്രോബ്ലത്തിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പഠിക്കാനാണ് നമ്മൾ എ പാർട്ട് ചോദിക്കുന്നത്. എക്സ്ട്രാ പേപ്പറിൽ കൂടുതലും സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിയാൽ എങ്ങനെയാണ് അതിനെ മുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് കൂടിയാണ് ഈ സബ് ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ABCD is a square with corners on the circle. കണ്ടോ, ശീർഷങ്ങളെല്ലാം വൃത്തത്തിലായ ഒരു സമചതുരമാണ് ABCD. പിന്നെന്താ തന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് സ്മോൾ ആർക്ക് എ ബി എന്നാണ്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് സ്മോൾ ആർക്ക് എ ബി. ഈ സ്മോൾ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഈ ചെറിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ? ഇത് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നെങ്ങനെ മനസ്സിലാക്കും? ഞാനത് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ 60 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് 90 ഡിഗ്രിയാണ്. ഓരോന്നും 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി എന്നുള്ളത് ഈ ആർക്കാണ് ഉണ്ടാക്കിയത്. ഇവിടുന്ന് ഇതാങ്ങോട്ട് വന്ന് ഡിയും ബിയുമാണ് അല്ലേ. ഡിക്കും ബിക്കും ഇടയ്ക്കുള്ള ഈ ആർക്കാണ് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? ഡിക്കും ബിക്കും ഇടയ്ക്കുള്ള ഈ ആർക്കാണ് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ എൻഡ് പോയിന്റ്സ് ആണ് ഇവിടെ സിയിലെ 90 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിൽ ഡിയും ബിയും
സെൻട്രലിലേക്ക് യോജിപ്പിച്ചാൽ അതിന്റെ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഇത് എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഈ 180 ഡിഗ്രിയാണ്. ആർക്ക് DAB ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും രണ്ട് ഈക്വൽ പാർട്സ് ആക്കിയിട്ടല്ലേ ഇത് മുറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോന്നും 90 വീതമല്ലേ. ഇനി അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് 4 പാർട്ടാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഈ സ്ക്വയർ ഈ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് എങ്കിൽ 1/4 പാർട്ടാണ്. 1/4 പാർട്ടാണ് ഇതിൽ ഓരോന്നും. RKB എന്ന് പറയുന്നത് 1/4 പാർട്ടാണ്. പല രീതിയിൽ ഈ ക്വസ്റ്റിനെ നമുക്ക് ചിന്തിക്കാം കേട്ടോ. 1/4 പാർട്ടാകുമ്പോൾ 360യുടെ 1/4 പാർട്ട് അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്മോൾ RKBയുടെ സെൻട്രൽ ആംഗിൾ എത്ര എന്നാണ്. അതായത് 1/4 പാർട്ട് ആയതുകൊണ്ട് 360യുടെ 1/4 പാർട്ട്. അതായത് ഇവിടെ 90 ഡിഗ്രി എന്നാണ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ. 90 ഡിഗ്രി ക്ലിയർ. കാരണം 360 ഡിവൈഡഡ് ബൈ 4, 360 ഇൻറ്റു 1/4, 90 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ APB? ഇതിന്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? APB എന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് AB എന്ന ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ് Pയിലേക്ക് യോജിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് ആംഗിൾ APB അല്ലേ? ഈ ചെറിയ ചാപം അതിന്റെ ഈ ചാപത്തിലല്ലാത്ത വൃത്തത്തിലെ ഒരു ബിന്ദു Pയിൽ ഉണ്ടാക്കിയ ആംഗിളാണ് കോൺ APB. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഇതിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാമോ? ആംഗിൾ APB ഈക്വൽ ടു ഹാഫ് ഓഫ് 90. 90 എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് സ്മോൾ ആർക്ക് EB അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നിങ്ങൾ ആൻസർ കിട്ടണം അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനിയിപ്പോൾ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞു, നമ്മള് സ്ക്വയർ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഗുലർ പെന്റഗണോ റെഗുലർ ഹെക്സഗൺ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം അല്ലേ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ 1/3 ആയിട്ട് മുറിഞ്ഞു. സ്ക്വയർ ആകുമ്പോൾ 1/4, 4 സൈഡ്സ് ആണ്. റെഗുലർ ആണ്, അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 1/4 പാർട്ടായിട്ട് മുറിഞ്ഞു. റെഗുലർ പെന്റഗൺ ആണെങ്കിൽ എല്ലാ 5 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ 1/5 പാർട്ടായിട്ട് മുറിയും. റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഓരോ പാർട്ടും ഓരോ ചെറിയ ആർക്കും 1/6 പാർട്ട് വീതമായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ സെൻട്രൽ ആംഗിളും എത്രയായിട്ട് മാറും, അതിന് അത്ര പാർട്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ ചിന്തിച്ച് അവസാന ആൻസറിലേക്ക് നമ്മൾ എത്താനായിട്ട്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. OAB ഈസ് എൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. OAB ഇതാ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. OAB എന്നത് ഒരു സമഭുജ ത്രികോണമാണ് എന്നാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് സ്മോൾ ആർക്ക് AB? ഈ സ്മോൾ ആർക്ക് ABയുടെ സെൻട്രൽ ആംഗിൾ ഏതാണ് എന്നാണ്. എത്രയാണ്? ചെറിയ ചാപല്ലേ AB, ചെറിയ ചാപം AB യുടെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതാണ് കേന്ദ്രകോൺ. ആ ചെറിയ ചാപത്തിന്റെ 2 അഗ്രബിന്ദുക്കളും സെന്ററിലേക്ക് കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുമ്പോഴാണ് ആ ചാപത്തിന്റെ കേന്ദ്രകോൺ കിട്ടുന്നത്. അത് എത്ര ഡിഗ്രിയാണ്? ഇത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. വളരെ സിമ്പിൾ അല്ലേ? അതായത് ഇത് 60 ഡിഗ്രി എന്നായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, 60 ഡിഗ്രി. നെക്സ്റ്റ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ACBയുടെ മെഷർമെന്റ് എത്ര ആണ്? ACB ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഒന്ന് നോക്കൂ. ഈ ACB എന്ന ഈ ആംഗിൾ ഏത് ആർക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. ACB വൃത്തത്തിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ ആംഗിൾ ചോദിച്ചാൽ ആ ആംഗിളിന്റെ 2 ഭുജങ്ങളും 2 വശങ്ങളും എവിടെ ചെന്നാണ് മുട്ടുന്നത്? എയിലും ബിയിലുമാണ് അല്ലേ? എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് ആ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ സ്മോൾ ആർക്ക് തന്നെയാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ആ ആംഗിൾ ഉണ്ടാക്കിയത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ പഠിച്ച ആശയപ്രകാരം ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഈ ആംഗിൾ വരിക. മനസ്സിലായില്ലേ? അതായത് 60യുടെ ഹാഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ചെയ്യുന്നില്ലേ?
നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. ഇത് 30 ഡിഗ്രി ആണ് എന്ന് വരും. അതായത് എങ്കിൽ ACB 30 ഡിഗ്രി എന്നാണ് ആൻസർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്കിൽ ADB എത്ര എന്നാണ്. ഈ എങ്കിൽ എത്ര എന്നാണ്. എങ്കിൽ ADB നിങ്ങൾ ആലോചിക്കുക, ADB ഡിയിൽ ഉണ്ടാക്കുന്ന ഈ പോയിന്റിൽ ഉണ്ടാകുന്ന എങ്കിൽ ഏത് ആർക്കാണ് ഉണ്ടാക്കിയത് നോക്കാൻ നമ്മൾ ഇത് എൻഡ് പോയിന്റ്സ് നോക്കുന്നു. അവിടെ AB തന്നെയാണ്, AB എന്ന ആർക്ക് തന്നെയാണ്. അതിന്റെ എൻഡ് പോയിന്റ്സ് ഡിയിലേക്ക് യോജിപ്പിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. അതുകൊണ്ട് 60യുടെ ഹാഫ് 30 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അതായത് ഈ സ്മോൾ ആർക്ക് AB, അതായത് ഈ സ്മോൾ ആർക്ക് AB അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ AB എന്ന ആർക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം സ്മോളും ആണ്, ഒരെണ്ണം വലുതുമാണ് അല്ലേ. ഈ വലിയ ആർക്ക് ഈ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്, ചെറിയ ആർക്കിന്റെ അല്ലേ, മറുചാപമാണ്. ഈ ചാപത്തിന്റെ മറുചാപമാണ് ഈ വലിയ ചാപം. അതിലെ ഏതൊരു ബിന്ദുവിലും ഉണ്ടാക്കുന്ന കോണുകൾ എന്തായിരിക്കും? ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും അത്രേ. അങ്ങനെയാണെങ്കിൽ 60യുടെ ഹാഫ് 30 തന്നെയാണ് എല്ലാ പോയിന്റ്സിലും. ഈ ABയുടെ ഉള്ളിലല്ലാത്ത ഏത് പോയിന്റ്, ഇതാ ഇവിടെ ഒരു പോയിന്റില് ഉണ്ടാക്കിയെങ്കിൽ A ഇതിലേക്ക് യോജിപ്പിക്കുക, B ഇതിലേക്ക് യോജിപ്പിക്കുക. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 30 ഡിഗ്രി തന്നെ കിട്ടണം അല്ലേ. അതുപോലെ നമുക്ക് AB ഏതിലേക്ക് ഏതൊരു പോയിന്റിൽ ചോദിച്ചാലും നിങ്ങൾ ഉടനെ എഴുതണം, ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. 60യുടെ ഹാഫ് 30 ആണ് അതല്ലേ. അതായത് ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും, ഒരാർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും സെയിം മെഷറാണ് അല്ലേ, ഒരേ അളവുകളാണ്, ഒരേ അളവുകൾ ആയിരിക്കും എന്നതാണ്. ആ ആശയത്തിലേക്കാണ് നമ്മൾ എത്തിയത് അല്ലേ. ഒരാർക്ക് ആ സെയിം ആർക്കിൽ അല്ലാത്ത സർക്കിളിലെ മറ്റേതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന എങ്കിൽ എന്ന് പറയുന്നത് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 1 corner of a parallelogram is on the center of a circle. ഈ പാരലോഗ്രാമിന്റെ ഒരു കോർണർ സെന്ററിലാണ്. other 3 corners are on the circle. ആ പാരലോഗ്രാമിന്റെ ബാക്കി 3 കോർണറുകൾ അല്ലേ, ബാക്കി 3 ശീർഷങ്ങൾ എവിടെയാണ്? അത് സർക്കിളിലാണ്, വൃത്തത്തിലാണ്. if angle ABC equal to x degree, ABC x ഡിഗ്രി ആണെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഓഫ് AC എന്നാണ്. എന്താണ്? ആംഗിൾ ABC x ഡിഗ്രി ആണെങ്കിൽ ഈ AC എന്ന ആർക്കിന്റെ ചാപത്തിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, ഇതാണ് ഓൾട്ടർനേറ്റ് ആർക്ക് ശരിയല്ലേ. AC എന്ന ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഇതല്ലാത്ത ബാക്കി ഭാഗം, അതായത് ഈ വലിയ ആർക്കാണ് AC. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എവിടെയാണ് ഉണ്ടാവുക എന്ന് ആദ്യം ആലോചിക്കുക. ഈ ആർക്കിന്റെ സെയിം സൈഡിലാണ് ഉണ്ടാവുക അല്ലേ, ഈ ചാപത്തിന്റെ അതേ ഭാഗത്താണ്, വൃത്തകേന്ദ്രത്തിൽ. അതായത് എയും സിയും വൃത്തത്തിലേക്ക്, കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുക, ഇതേ ഭാഗത്ത്. ഈ ആംഗിൾ എത്ര എന്നാണ് ചോദിക്കുക അല്ലേ. അതായത് AC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്, അത് എത്രയായിരിക്കും എന്നാണ്. നോക്കൂ, ഈ ആർക്കല്ലേ, ഈ ആൾട്ടർനേറ്റ് ആർക്ക് AC അല്ലേ ഈ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ബാക്കിയുള്ള ഭാഗത്തെ ഒരു പോയിന്റ് ആണ് B. അതിലെ ഉണ്ടാക്കിയ ആംഗിൾ X ആണ്. ഒന്നും കൂടി പറയാം, ഈ വലിയ ചാപം AC, ആ AC എന്ന ഈ ചാപത്തിലല്ലാതെ വൃത്തത്തിലെ ഒരു ബിന്ദു Bയിൽ ഉണ്ടാക്കിയ കോൺ അളവാണ് x ഡിഗ്രി ശരിയല്ലേ. എങ്കിൽ ഈ x ഡിഗ്രിയുടെ ഡബിൾ ആവില്ലേ, 2 ടൈംസ് ആവില്ലേ ഇത്? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ്? സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ അല്ലേ. ഇതിന്റെ 2 ടൈംസ് ആണ് സെൻട്രൽ ആംഗിൾ. അതായത് ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം? 2x ഡിഗ്രി ആയിരിക്കണം ശരിയല്ലേ. 2x ഡിഗ്രി. കാരണം എന്താണ്? 2 ഇൻറ്റു ആംഗിൾ ABC എന്ന് വരും അല്ലേ. സെൻട്രൽ ആംഗിൾ ഓഫ് ഓൾട്ടർനേറ്റ് ആർക്ക് AC ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ABC ഈക്വൽ ടു 2x ഡിഗ്രി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് x എന്നാണ്.
ഫൈൻഡ് എക്സ് ആൻഡ് റൈറ്റ് ദ ആംഗിൾസ് ഓഫ് ഒ എ ബി സി. ഈ എക്സിന്റെ വില എത്ര എന്നാണ്. ഈ എക്സ് എത്രയായിരിക്കും, എൻ്റെ മെഷർമെന്റ് എത്രയായിരിക്കും. പിന്നെ ചോദ്യം ഒ എ ബി സി എന്ന ഈ പാരലോഗ്രാം, ഈ സാമാന്തരികത്തിന്റെ കോണുകളെല്ലാം എഴുതുക എന്നാണ്. എന്താണ് മക്കളെ ഈ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത? പാരലോഗ്രാമിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു അത്? ഓർത്തു നോക്കൂ. കിട്ടിയോ? എന്തായിരുന്നു? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും. പാരലോഗ്രാമിന്റെ സാമാന്തരികത്തിന്റെ എതിർശീർഷ കോണുകൾ തുല്യമായിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 8ാം ക്ലാസ്സിൽ അല്ലേ? അതായത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ബിയുടെ ഓപ്പോസിറ്റ് ആയ ആംഗിൾ ഇവിടെയും എക്സ് ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇതിന്റെ എതിർശീർഷ കോൺ ഇതാണ്. ഈ സാമാന്തരികത്തിന്റെ ഒരു കോൺ എക്സ് ആണെങ്കിൽ ബിയുടെ എതിർശീർഷം എന്ന് പറയുന്നത് ഒ ആണ് അല്ലെ? അവിടെയുള്ള ആംഗിൾ എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കേന്ദ്രത്തിന് ചുറ്റും മൊത്തം കോൺ 360 ആണ്. അതുകൊണ്ട് 2x + x എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ പാരലോഗ്രാം ആയതുകൊണ്ട് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ AOC, because AOCB is a parallelogram. സാമാന്തരികത്തിന്റെ എതിർശീർഷ കോണുകൾ തുല്യം. ഇത് എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. ബട്ട് 2x + x എന്ന് പറയുന്നത് 2xഉം xഉം കൂടി കൂട്ടിയാൽ 360 കിട്ടണം. കാരണം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3x 360 ആണ് എങ്കിൽ x എത്രയായിരിക്കും മക്കളെ? x എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 3. 360നെ 3 ഭാഗം വെച്ചാൽ അതിലൊരു ഭാഗം 120 ഡിഗ്രിയാണ്. അപ്പൊ x എന്ന് പറയുന്നത് 120 ആണ് എന്ന് കിട്ടും. ക്ലിയർ? x എന്ന് പറയുന്നത് 120 ആണ്. മനസ്സിലായോ? ഇത് 120 ആണ്, ഇതും 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കോണളവുകൾ എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സാമാന്തരികത്തിന്റെ 4 കോണുകളും കൂട്ടിയാൽ എത്രയാണ്? ഏതൊരു ചതുർഭുജത്തിന്റെയും 4 കോണുകൾ കൂട്ടിയാൽ ക്വാഡ്രിലേറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രിയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 120 + 120 240 അല്ലേ? 240 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ബാക്കിയുള്ള 360ൽ ബാക്കിയുള്ള 240 കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 120 ആണ്. ആ 120 ആണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് അല്ലേ? അങ്ങനെ ചിന്തിക്കൂ. 120 ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ്. പക്ഷേ എതിർശീർഷ കോണുകൾ തുല്യമാണല്ലോ. അതുകൊണ്ട് ഓരോന്നും എത്ര വീതം വരും? 60 വീതം വരും. ഓക്കെ, ശരിയല്ലേ? അതായത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇതിന്റെ സം ഓഫ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം OABC equal to OACB equal to 360 degree. Therefore, angle A plus angle C equal to 360 minus 240 equal to 120 degree. But angle A equal to angle C. Therefore, each angle equal to 60 degree. അപ്പോൾ 4 ആംഗിളും കൃത്യമായി നമ്മൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. the angle in a semicircle. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. the angle in a semicircle is a right angle എന്നുണ്ട് അല്ലേ? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. Using this concept, draw a rectangle with one side 2 cm and corners are on the circle of radius 3 cm. അതായത് 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്ന ചതുരത്തിന്റെ മൂലകളെല്ലാം. മനസ്സിലായില്ലേ? ആ ചതുരത്തിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആകുകയും വേണം. അങ്ങനെ ഒരു ചതുരം വരയ്ക്കൂ എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആശയവും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ആയിരിക്കും ഒരു സെമി സർക്കിളിലെ ആംഗിൾ. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആണ്, 90 ഡിഗ്രിയുള്ള കോൺ ആണ് എന്ന ആശയമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു ചിത്രത്തിനും വരയ്ക്കുന്നതിന് മുൻപ്
സൈഡിൽ റഫായിട്ട് ഒരു ചിത്രം വരച്ച് നോക്കാം. റഫായിട്ട് വരച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇത് കിട്ടുക? ഇവിടെ റൈറ്റ് ആംഗിൾ ആണ് എന്ന ആശയം ഉപയോഗിച്ച് ഇവിടെ 90 ആണ് എന്ന് നിങ്ങൾക്ക് സമർപ്പിക്കാം അല്ലേ. ഇതിൻ്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആകണം അല്ലേ, ഏതെങ്കിലും ഒരു സൈഡ്. അപ്പൊ നിങ്ങൾക്ക് ചിത്രം ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ, കംപ്ലീറ്റ് ആക്കിയാൽ ചതുരം ശരിയല്ലേ. അത് ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ആ സൈഡിലേക്കോ നമുക്ക് കിട്ടുന്നുണ്ടാവും. 2 ഈ സൈഡ് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 സെന്റിമീറ്റർ ആകണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ റേഡിയസ് 3 ആണ്. ഇനി അവർ റേഡിയസ് 3 തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കോഡിന്റെ നീളം, ഞാണിന്റെ നീളമാണ് 2. തീർച്ചയായിട്ടും ഞാണിന്റെ നീളം ഡയമീറ്റർ എത്രയേക്കാളും കൂടുതലായിരിക്കണം? കോഡിന്റെ നീളം 2 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം ഡയമീറ്റർ, ശരിയല്ലേ? അതാണ് ഇവിടെ 3 ആവുമ്പോൾ 6 ആയിട്ട് വരും. ഡയമീറ്റർ വ്യാസം 6 ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കണം. ഇതിൽ ഏതൊരു പോയിന്റ് ഈ എൻഡ് പോയിന്റ്സ് യോജിപ്പിച്ചാലും 90 ഡിഗ്രിയാണ് അല്ലേ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായതുകൊണ്ട് ഈ AB എന്ന വ്യാസത്തിന്റെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ഇതിലെ ഏതൊരു പോയിന്റിലേക്ക് യോജിപ്പിച്ചാലും അത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ താഴേക്കും ഏത് പോയിന്റിലേക്ക് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനാണ് അവര് 2 സെന്റിമീറ്റർ വേണം ഒരു സൈഡ് എന്ന് പറഞ്ഞത്. എല്ലാവരും കോമ്പസിൽ 2 സെന്റിമീറ്റർ ആണെന്ന് എടുത്തുണ്ടാവും. നിങ്ങളും ഒപ്പം വരയ്ക്കുന്നില്ലേ? ചെയ്യണം കേട്ടോ. 2 സെന്റിമീറ്റർ നമ്മൾ ഈ എൻഡ് പോയിന്റിലോ വെക്കാം. ഒരു എൻഡ് പോയിന്റിൽ ഡയമീറ്ററിന്റെ വ്യാസത്തിന്റെ ഒരു അഗ്രബിന്ദുവിൽ കോമ്പസ് വെച്ച് 2 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് നമ്മൾ ഒരു ആർക്ക്, ഒരു ചാപം കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാ കണ്ടില്ലേ? ഇനി നമുക്ക് യോജിപ്പിച്ച് നോക്കാം. യോജിപ്പിച്ചു. അതേപോലെ ബിയിൽ നിന്നും യോജിപ്പിക്കുക. ബിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഇതിന് ഓപ്പോസിറ്റും 2 സെന്റിമീറ്റർ ആവില്ലേ? ഇതാണ് നമ്മൾ 2 സെന്റിമീറ്റർ എടുത്തത് എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആവില്ലേ? അപ്പൊ നമ്മൾ 2 സെന്റിമീറ്റർ ഇവിടെ എടുത്ത പോലെ, ആർക്ക് കട്ട് ചെയ്തതുപോലെ, ചാപം കട്ട് ചെയ്തതുപോലെ ഇവിടെ കോമ്പസ് 2 സെന്റിമീറ്റർ കട്ട് ചെയ്യുക. യോജിപ്പിച്ച് നോക്കൂ. യോജിപ്പിച്ചാൽ നമുക്ക് എന്താണ് ഇതിന് പേര് കൊടുക്കാം. AB ഇവിടെ കൊടുത്തിട്ടുണ്ട്, CD. അതായത് ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടം കോണായിരിക്കും അല്ലേ. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇതും 2 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ അവര് പറഞ്ഞ കണ്ടീഷൻ പാലിച്ചില്ലേ? 3 സെന്റിമീറ്റർ ആണ് റേഡിയസ് അല്ലേ, 3 സെന്റിമീറ്റർ ആണ് റേഡിയസും എഴുതി വെക്കുക. ചെറിയ വരയാണ്. ഈ ചതുരത്തിന്റെ പരിവൃത്തമാണ് നമ്മൾ വരച്ച 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള വൃത്തം അല്ലേ. ഇത് സർക്കിളാണ്. ഈ റെക്ടാങ്കിളിന്റെ സർക്കിളാണ്. അതിന്റെ റേഡിയസ് ആണ്, പരിവൃത്ത ആരമാണ് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വർക്ക്ഷീറ്റിലെ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ഇവിടെ പ്രോബ്ലംസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങൾ നിർബന്ധമായും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ മാത്സ് പഠിക്കാനായിട്ട് ഇതുപോലെ നീക്കി വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം. എങ്കിലേ നമുക്ക് ശരിയായ രീതിയിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുകൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അത് ഓരോ സമയത്തും ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അല്ലാതെ നമ്മൾ അവസാന റിവിഷൻ സമയത്തേക്ക് നീക്കി വെക്കരുത്. 3ാമത്തെ വർക്ക്ഷീറ്റാണ് ഇപ്പോഴിവിടെ ചെയ്തത്. അടുത്ത 4ാമത്തെ വർക്ക്ഷീറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.